നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബർത്ത്ഡേ ദിവസം ബർത്ത്ഡേ കേക്കുകൾ മേടിക്കുന്ന സമയത്ത് ഈ കേക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം നടന്ന സമയത്ത് കുറേ പേരെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു, കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്തു, അവരുടെ വീടൊക്കെ അലങ്കരിച്ചു. അങ്ങനെ ഓർഡർ ചെയ്ത സ്ഥലത്ത് നിന്നും ബർത്ത്ഡേക്കുള്ള കേക്ക് കൊണ്ടുവന്നു. ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഇഷ്ടപ്പെട്ട കേക്ക് തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ ഈ കേക്കിൻ്റെ മേളിൽ കുറച്ച് ബോൾസ് പോലുള്ള കുറേ ചോക്ലേറ്റുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഈ ഓരോ ബോൾസ് പിറക്കി തിന്നാൻ തുടങ്ങി. ഇവൻ തിന്നുന്നത് കണ്ടിട്ട് കൂടെ നിന്ന് വേറെ പിള്ളേർ പിറക്കാൻ ശ്രമിച്ചിട്ട് കൂടെ അവരെ പോലും അനുവദിക്കാതെ ഇവൻ ഈ ബർത്ത്ഡേ കേക്കിൻ്റെ പുറത്തുള്ള ഈ ബോൾസ് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഇതിനൊക്കെ ശേഷമാണ് ബർത്ത്ഡേ കേക്ക് മുറിച്ചതും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ നടന്നു. അതിനുശേഷം അവരെ ഇൻവൈറ്റ് ചെയ്ത ആളുകളൊക്കെ ബർത്ത്ഡേ സമ്മാനങ്ങളൊക്കെ തന്നതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ മടങ്ങിപ്പോയി അതിനുശേഷം കാര്യങ്ങളൊക്കെ വളരെ നോർമലായ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ വയറ് വേദനിക്കാൻ തുടങ്ങി. ആദ്യം വീട്ടുകാർ കരുതിയത് ഇത്രയും കേക്കും പിന്നെ ആഹാരവും ഒക്കെ കഴിച്ചത് കൊണ്ട് ഉള്ള അസ്വസ്ഥതയായിരിക്കും എന്നാണ് അവർ കരുതിയത്. അതിനുശേഷം പിന്നെയും കുറേ കൂടെ സമയം കഴിഞ്ഞപ്പോൾ ഇവന് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ വയറുവേദന ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാർ പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിച്ച സമയത്തൊന്നും പെട്ടെന്ന് ഒരു പ്രാഥമിക നിഗമനം എന്ന രീതിയിൽ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ഇവർക്ക് പെട്ടെന്ന് കേക്ക് ഓർഡർ ചെയ്ത സ്ഥലത്ത് നിന്നും ഇവർക്കൊരു മെസ്സേജ് വന്നു. ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ആ മെസ്സേജ് വന്നത്. അവർ പറയുന്നത് ആ കേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന ബോൾസ് ആ കേക്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി അവരതിനകത്ത് ഓരോ ചെറിയ സൂചികൾ വെച്ചുകൊണ്ടാണ് അവർ ആ ബോൾസ് ഫിക്സ് ചെയ്തത്. ഈ പേരൻസോ വേറെ ആർക്കും ഈ കാര്യം അറിയത്തുമില്ലായിരുന്നു, അവർ ശ്രദ്ധിച്ചുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുഞ്ഞിന് വയറുവേദന ഉണ്ടാകാൻ കാരണം ഇന്നതാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഈ മെസ്സേജ് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പെട്ടെന്ന് എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തതിന് ശേഷം എക്സ്റേയിൽ കാണാൻ കഴിഞ്ഞു ഇവൻ്റെ വയറ്റിൽ ഈ 3 or 4 ചെറിയ മെറ്റൽ സൂചികൾ ഇവൻ്റെ വയറ്റിൽ ചെന്നെന്ന് ഇവർക്കറിയാൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഓരോ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ചെയ്തു. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലാണ് പല സമയത്തും അപകടങ്ങൾ കടന്നു വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഈ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ആ വ്യക്തി മുറിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാർ വന്ന് തല ഇങ്ങനെ കേക്കിലേക്ക് മുട്ടിക്കുന്ന ഒരു രീതി. സത്യം പറഞ്ഞാൽ ഈ രീതികളൊന്നും എനിക്കിഷ്ടമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ചെറുപ്പക്കാരുടെ ഇടയിലുള്ള രീതികളാണ് ഇതൊക്കെ. അങ്ങനെ തല മുട്ടിച്ച സമയത്തും അപകടങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് നമുക്കറിയാം. ചിലരുടെ നെറ്റിയിലോ കണ്ണിലോ ഒക്കെ അതിനകത്ത് വെച്ചിരിക്കുന്ന കമ്പി കുത്തിക്കൊണ്ട് അവർക്ക് അപകടം ഉണ്ടായത് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള ബർത്ത്ഡേ കേക്കുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നത് കൊണ്ട് ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ ഓർഡർ കൊടുക്കുക. ഓർഡർ കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കേക്ക് മേടിക്കാൻ പോകുന്ന സമയത്തോ ഓർഡർ കൊടുക്കുന്ന സമയത്തോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വ്യക്തമായ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഇനി അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് അത് വ്യക്തമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡറും കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം നമ്മളത് ചെയ്യണം.